ഹായ് ഡിയേഴ്സ്, ഞങ്ങളുടെ ക്രിസ്മസ് ആഘോഷം ഇങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. ക്രിസ്മസ് വന്ന ഫസ്റ്റ് കേക്കാണല്ലോ, അങ്ങനെ കേക്കിൽ നിന്ന് തുടങ്ങി. കേക്കും വൈനുമായി ഞങ്ങൾ അങ്ങ് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഞങ്ങളുടെ കിച്ചണിലെ പരിപാടിയിലേക്ക് കടന്നു. എന്ത് ഫംഗ്ഷൻസ് വന്നാലും ഞങ്ങളുടെ വീട്ടിലെ മക്കളെല്ലാവരും കൂടെ ഒത്തുകൂടിയാൽ ഒരു സദ്യക്കുള്ള ആൾക്കാരുണ്ട് കേട്ടോ. പിന്നെ അങ്ങോട്ടൊരു ഓളം തന്നെയായിരിക്കും. അങ്ങനെ ഫുഡിനുള്ള ഒരുക്കങ്ങൾ ഇതാ തുടങ്ങി. പിള്ളേർക്ക് എന്തെങ്കിലും വെറൈറ്റി വേണമെന്ന് പറഞ്ഞ് രാത്രി ഫുൾ അവർ ഇതിൻ്റെ പുറകെയായിരുന്നേ. ഞങ്ങളുടെ നാട്ടിലൊരു സ്പെഷ്യൽ ഫുഡാണ് ഈ പിടിയും കോഴിയും. എന്ത് പരിപാടി വന്നാലും ഈ ഫുഡ് നമ്മൾ ഒഴിവാക്കില്ല കേട്ടോ. പിന്നെ ഉച്ചത്തെ ഫുഡും കഴിഞ്ഞ് ഞങ്ങൾ വൈകിട്ടത്തെ കരോളിന് വെയിറ്റ് ചെയ്യാണ്. എല്ലാവരും കൂടെ കണ്ടപ്പോൾ അപ്പു ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. ഉണ്ണീശ്വരനെ കൊണ്ടുവന്ന് വെച്ചപ്പോഴത്തേനും പിന്നെ അപ്പു അവിടെ നിന്ന് മാറണ്ടായില്ല. പിന്നെ കരോളിൻ്റെ പാട്ടും ഡാൻസും എല്ലാം കഴിഞ്ഞ് അവർക്ക് കേക്കും കാപ്പിയും ഒക്കെ കൊടുത്ത് എല്ലാ ആഘോഷങ്ങളും കഴിഞ്ഞപ്പോൾ നേരം വെളുക്കാറായി. ഞങ്ങളുടെ ക്രിസ്മസ് വിശേഷങ്ങളൊക്കെ ഇങ്ങനെയായിരുന്നു കേട്ടോ. നിങ്ങളും ക്രിസ്മസ് അടിച്ചു പൊളിച്ചില്ലേ? ഈ ക്രിസ്മസും അങ്ങനെ കഴിഞ്ഞു. നാളെ തുടങ്ങി വീണ്ടും വർക്കിൻ്റെ തിരക്കിലേക്ക്.